മുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാമത്തെ സ്കന്ധം 4-ാമത്തെ അധ്യായം ശ്രീനാരദ ആഗമനം ആണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗം നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ അധ്യായത്തിനെ നമുക്ക് 4 ഭാഗമായി തിരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ആദ്യ ഭാഗത്ത് 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ ശൗനകാദി മഹർഷിമാർ സൂതഗോസ്വാമിയോട് കൂടുതൽ ചോദ്യങ്ങൾ 1-ാമത്തെ അധ്യായത്തിൽ ചോദിച്ചതിന് പുറമെ 1-ാമത്തെ അധ്യായത്തിൽ 6 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്കറിയാം. അതിനുള്ള ഉത്തരങ്ങൾ 2-ാമത്തെ അധ്യായത്തിൽ ലഭിച്ചു. 2-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ലഭിച്ചു. പിന്നീട് 4-ാമത്തെ അധ്യായത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ശൗനകാദി മഹർഷിമാർ ചോദിക്കുന്നുണ്ട്. 3 ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. പിന്നീട് അടുത്ത ഭാഗത്ത്, ആദ്യത്തെ ഭാഗത്താണ് ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അടുത്ത ഭാഗത്ത് 14 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യാസദേവൻ വേദങ്ങളെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിനായിട്ട് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്ന ഭാഗമാണ് പറയുന്നത്. 3-ാമത്തെ ഭാഗത്ത് 26 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യാസദേവന്റെ അസംതൃപ്തിയാണ്. വേദങ്ങളെല്ലാം രചിച്ചിട്ടും വ്യാസദേവൻ പൂർണ്ണമായി സംതൃപ്തനായിരുന്നില്ല എന്നുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ട്. അവസാനത്തെ ഭാഗത്ത് 32-33 ശ്ലോകങ്ങളിൽ വ്യാസദേവന്റെ ധ്യാനത്തിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള നാരദ മഹർഷി എത്തിച്ചേരുന്നതാണ് അവസാന ഭാഗം. ഇങ്ങനെ 4 ഭാഗമായിട്ട് നമുക്ക് ഈ അധ്യായത്തിനെ തരംതിരിക്കാൻ സാധിക്കും. അപ്പൊ അതിൽ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 12 ശ്ലോകങ്ങൾ. ആ 12 ശ്ലോകങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് ശൗനകാദി മഹർഷിമാർ കൂടുതൽ ചോദ്യങ്ങൾ, പ്രധാനമായിട്ടും 3 ചോദ്യങ്ങൾ സൂതഗോസ്വാമിയോട് ചോദിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ആ ചോദ്യങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. സ്മിത മാതാജി പറഞ്ഞു. ഭാഗവത ചരിത്രം ചോദിക്കുന്നു. 2 ശുകദേവ ബ്രഹ്മർഷിയുടെ മാഹാത്മ്യം. 3 പരീക്ഷത്തിനെ കുറിച്ച് ഭാഗവത രചനയുടെ പ്രചോദനം അതും ചോദിക്കുന്നു. 3-ാമത്തെ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ ചരിത്രം, എപ്പോഴാണ് ശ്രീമദ് ഭാഗവതം രചിക്കപ്പെട്ടത്, അതിനുള്ള പ്രചോദനം എന്താണ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. ആരുടെ പ്രചോദനത്താലാണ് ശ്രീമദ് ഭാഗവതം രചിക്കപ്പെട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് രണ്ടാമത്തെ ചോദ്യം 6 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങൾ ശുകദേവ ബ്രഹ്മർഷിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ശുകദേവ ബ്രഹ്മർഷി ഹസ്തിനാപുരത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് സ്വീകരിക്കപ്പെട്ടത്? ഒരിടത്തും തങ്ങാത്ത ഒരു വീട്ടിൽ ഒരു പശുവിനെ കറക്കുന്ന സമയത്ത് മാത്രം, അത്ര സമയം മാത്രം നിൽക്കുന്ന
ശുകദേവ ബ്രഹ്മർഷി എല്ലാ സ്ഥലത്തും ചുറ്റി സഞ്ചരിക്കുന്ന ഒരു ഉന്മത്തവത്ത് എന്ന് പറയുന്ന ഒരു ഭ്രാന്തനെ പോലെ സഞ്ചരിക്കുന്ന ആ ശുകദേവ ബ്രഹ്മർഷിയെ ഹസ്തിനപുരത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചത്, അതേപോലെ ശുകദേവ ബ്രഹ്മർഷി എങ്ങനെയാണ് പരീക്ഷിത് മഹാരാജാവിനെ സന്ധിച്ചത്, പരീക്ഷിത് മഹാരാജാവിനെ കണ്ടുമുട്ടിയത്. ഈ രണ്ട് ചോദ്യങ്ങളാണ് ശുകദേവ ബ്രഹ്മർഷിയെ കുറിച്ച് ചോദിക്കുന്നത്. പിന്നീട് ശുകദേവ ബ്രഹ്മർഷിയിൽ നിന്നും ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്ന പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ചാണ് ചോദിച്ചത്. പരീക്ഷിത് മഹാരാജാവും ശുകദേവ ബ്രഹ്മർഷിയും ഒരേപോലെ മഹാഭക്തന്മാരാണ്, ഭാഗവത ഉത്തമന്മാരാണ്. അപ്പോൾ രണ്ടുപേരെ കുറിച്ചും കേൾക്കുന്നത് വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ശൗനകാദി മഹർഷിമാർ രണ്ടുപേരെ കുറിച്ചും ചോദിക്കുന്നത്. പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് ചോദിക്കുന്നത് പരീക്ഷിത് മഹാരാജാവിന്റെ അത്ഭുതകരമായിട്ടുള്ള ജനനം, അതേപോലെ പരീക്ഷിത് മഹാരാജാവിന്റെ പ്രവർത്തനങ്ങൾ, ഭഗവതാജ്ഞ അനുസരിച്ചുള്ള പരീക്ഷിത് മഹാരാജാവിന്റെ പ്രവർത്തനങ്ങൾ, ഇത് രണ്ടും അറിയാൻ താല്പര്യമുണ്ട് എന്നാണ് ശൗനക മഹർഷി പറഞ്ഞിട്ടുള്ളത്. പരീക്ഷിത് മഹാരാജാവിന്റെ ജനനവും അതേപോലെ പരീക്ഷിത് മഹാരാജാവിന്റെ കർമ്മങ്ങൾ. ഈ മൂന്ന് ചോദ്യങ്ങളാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്ന് ഭാഗവതത്തിനെ കുറിച്ചാണ്, രണ്ടാമത്തേത് ശുകദേവ ബ്രഹ്മർഷിയെ കുറിച്ചാണ്, മൂന്നാമത്തേത് പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഇനിയുള്ള ഭാഗം വ്യാസദേവനെ കുറിച്ചാണ്. വ്യാസദേവൻ വേദങ്ങളെ വ്യത്യസ്ത വിഭാഗങ്ങളായി തരംതിരിക്കാനുള്ള കാരണം, അതിനെക്കുറിച്ചാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. അപ്പോൾ 12 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 13ാമത്തെ ശ്ലോകം തൊട്ട് നമ്മൾ നോക്കാം. 13ാമത്തെ ശ്ലോകത്തിൽ ശൗനക മഹർഷി തന്നെ പറയുന്നതാണ്, തത്സർവം ന സമാചക്ഷ പൃഷ്ടോ യദിഹ കിഞ്ചന മന്യേ ത്വാം വിഷയേ വാചാം സ്നാതമന്യത്ര ഛാന്ദസാൻ. അപ്പോൾ ഇതുവരെ ഞാൻ ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് ഉത്തരം പറയാൻ അങ്ങേക്ക് സാധിക്കും. അങ്ങ് അതിൽ വിദഗ്ധനാണ്. കാരണം പുരാണങ്ങളുടെ ഭാഗമൊക്കെ അങ്ങേക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അങ്ങേക്ക് വളരെ വ്യക്തമായിട്ട് വിശദീകരണം നൽകാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശൗനക മഹർഷി നിർത്തുകയാണ്. അതിന് മറുപടിയാണ്, ഈ 3 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ഇങ്ങനെ 3 ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് ഇവിടെ സൂത ഗോസ്വാമി മറുപടി പറയാൻ ആരംഭിക്കുന്നത്. 14ാമത്തെ ശ്ലോകം മുതൽ സൂത ഗോസ്വാമിയാണ് പറയുന്നത്. സൂത ഉവാച ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപരേ ജാതാ പരാശരാദ്യോഗി വാസവ്യാം കലയാഹരേ. 14ാമത്തെ ശ്ലോകം വ്യാസദേവന്റെ ജനനത്തിനെ കുറിച്ചാണ് പറയുന്നത്. വ്യാസദേവൻ ഏത് സമയത്താണ് അവതരിച്ചത്? ഭഗവാന്റെ തന്നെ സാഹിത്യ അവതാരമാണ് വ്യാസദേവൻ. വ്യാസദേവന്റെ അവതാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപരേ. ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപരേ എന്നാണ് പറയുന്നത്. അതിന്റെ വിശദീകരണം ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. ദ്വാപരയുഗത്തിന്റെ 3ാമത്തെ സന്ധി ആണ് വ്യാസദേവൻ പരാശര മഹർഷിക്കും സത്യവതിക്കും പുത്രനായി അവതരിച്ചത് എന്ന് പറയുന്നു. ഏത് ദ്വാപരയുഗത്തിലാണ് എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. വൈവസ്വത മനുവിന്റെ കാലഘട്ടത്തിലെ 28ാം യുഗ ആവർത്തനത്തിൽ, 28ാമത്തെ യുഗ ആവർത്തനത്തിലാണ് വ്യാസദേവൻ അവതരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഒരു മനുവിന്റെ കാലഘട്ടത്തിൽ 72 യുഗ ആവർത്തനങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരു യുഗ ആവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 യുഗങ്ങളും ചേർന്നതാണ് ഒരു യുഗ ആവർത്തനം. സത്യയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങളും ചേർന്ന് വരും. വീണ്ടും അടുത്ത സത്യയുഗം വരും. ഒരു യുഗ ആവർത്തനം കഴിഞ്ഞു, അതിനുശേഷം അടുത്ത യുഗാവർത്തനം. ഇങ്ങനെ 72 യുഗ ആവർത്തനങ്ങൾ
ഒരു മനുവിന്റെ കാലഘട്ടത്തിലുണ്ടാകും. 72 യുഗം ആണ് ഒരു മനുവിന്റെ ഭരണകാലം. അതിനെയാണ് മന്വന്തരം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള മനുവിന്റെ പേരാണ് വൈവസ്വത മനു. ആ വൈവസ്വത മനുവിന്റെ 28ാമത്തെ യുഗ ആവർത്തനത്തിൽ 28ാമത്തെ യുഗാവർത്തനത്തിലുള്ള ദ്വാപരയുഗത്തിന്റെ അവസാന യുഗസന്ധിയിൽ ആ സമയത്താണ് വ്യാസദേവൻ അവതരിക്കുന്നത്. പരാശര മഹർഷിക്കും സത്യവതിക്കും പുത്രനായിട്ട് അവതരിക്കുന്നത് എന്ന് പറയും. അപ്പം 3ാമത്തെ യുഗസന്ധിയിൽ എന്നാണ് പറയുന്നത്. ഒരു യുഗത്തിന് 3 യുഗസന്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരു യുഗത്തിനെ 3 ഭാഗമായിട്ട് തരംതിരിക്കും. ഓരോ യുഗത്തിനെയും 3 ഭാഗമായിട്ട് തരംതിരിക്കുന്നു. 3 ഭാഗം എന്ന് പറയുന്നത് ആ യുഗം തുടങ്ങുന്ന സമയം, പിന്നെ ആ യുഗത്തിന്റെ മധ്യസമയം, ആ യുഗത്തിന്റെ അവസാന സമയം. ആ യുഗത്തിന്റെ ആദ്യ സമയത്തിനാണ് യുഗസന്ധ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്ധ്യാരൂപം എന്ന് പറയുന്നത്. സന്ധ്യാരൂപ എന്നാണ് യുഗത്തിന്റെ ആദ്യ ഭാഗത്തിന് പറയുന്നത്. മധ്യഭാഗത്തിന് പറയുന്നത് യുഗരൂപം എന്നാണ്. അവസാന ഭാഗത്തിന് പറയുന്നത് സന്ധ്യാംശ രൂപം എന്നാണ്. സന്ധ്യാംശ രൂപം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ യുഗത്തിനും ഉണ്ടാകും. യുഗസന്ധ്യ ഉണ്ടാകും, യുഗരൂപം ഉണ്ടാകും, സന്ധ്യാംശ രൂപം ഉണ്ടാകും. ദ്വാപരയുഗത്തിന്റെ 3ാമത്തെ യുഗസന്ധ്യ എന്ന് പറയുമ്പോൾ സന്ധ്യാംശ രൂപം, അതായത് ദ്വാപരയുഗം അവസാനിക്കുന്ന സമയത്ത്, ദ്വാപരയുഗം അവസാനിക്കുന്ന സമയത്താണ് വ്യാസദേവൻ അവതരിച്ചിട്ടുള്ളത് എന്ന് പറയും. ഇപ്പോൾ വൈവസ്വത മനുവിന്റെ 28ാമത്തെ യുഗാവർത്തനത്തിലെ ദ്വാപരയുഗത്തിന്റെ 3ാമത്തെ സന്ധ്യയിലാണ് വ്യാസദേവൻ അവതരിച്ചത് എന്നാണ് പറയുന്നത്. ആ ദ്വാപരയുഗത്തിന് ഒരു പ്രത്യേകതയും ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ദ്വാപരയുഗം സാധാരണ ദ്വാപരയുഗം പോലെ ആയിരുന്നില്ല. അതാണ് ഇവിടെ 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. എന്താണ് അതിന്റെ പ്രത്യേകത? ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യേ. യുഗപര്യേ, ആ സമയത്ത് ഒരു യുഗപര്യം സംഭവിച്ചു. യുഗങ്ങൾ തിരിഞ്ഞു വന്നു എന്നാണ് പറയുന്നത്, അല്ലെ? സാധാരണഗതിയിൽ ഇവിടെ പറയുന്നത്, ഭാവാർത്ഥത്തിൽ ശീല പ്രഭാതർ പറയുന്നുണ്ട്, സാധാരണഗതിയിൽ ഒരു യുഗ ആവർത്തനം എന്ന് പറയുന്നത് സത്യയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം, അങ്ങനെയാണ് വരേണ്ടത് എന്നാണ് പറയുന്നത്. ദ്വാ എന്ന് പറയുന്നത് 2ആണ്. ത്ര എന്ന് പറയുന്നത് 3നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ 2 കഴിഞ്ഞിട്ടാണ് 3 വരേണ്ടത് എന്നാണ്. സത്യയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം, അങ്ങനെയാണ് സാധാരണ വരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ 28ാമത്തെ യുഗ ആവർത്തനത്തിൽ ഒരു യുഗപര്യം സംഭവിക്കുമെന്നാണ് പറയുന്നത്. യുഗപര്യം, യുഗങ്ങൾ തിരിഞ്ഞു വരും. എങ്ങനെയാണ് യുഗങ്ങൾ തിരിഞ്ഞത്? ആദ്യം ത്രേതായുഗം വന്നു, ദ്വാപരയുഗത്തിന് പകരം ത്രേതായുഗം വന്നു, അതിനുശേഷം ദ്വാപരയുഗം വന്നു. ആ ദ്വാപരയുഗത്തിന്റെ 3ാമത്തെ സന്ധ്യയിലാണ് വ്യാസദേവൻ അവതരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതാണ് വ്യാസദേവന്റെ അവതാരത്തിനെ കുറിച്ചുകൂടെ 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യേ ജാത പരാശരാദ്യോഗി വാസവ്യാം കലയാഹരേ. ആ വ്യാസദേവൻ ആരാണ്? അദ്ദേഹം ഭഗവാന്റെ അവതാരമാണ്, കല. അദ്ദേഹം ഒരു മനുഷ്യനല്ല, അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അംശമാണ്, അംശാവതാരമാണ്, ഭഗവാന്റെ ഒരു അംശാവതാരമാണ്, ഒരു കലയാണ് വ്യാസദേവൻ എന്ന് പറയും. ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ, രചിച്ചു വെക്കണമെങ്കിൽ, വേദങ്ങളൊക്കെ രചിക്കണമെങ്കിൽ ഒരു സാധാരണ വ്യക്തിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഭഗവാൻ തന്നെ ആ ഒരു ആവശ്യത്തിലേക്കായിട്ട് അവതരിച്ചിട്ടുള്ളതാണ് വ്യാസദേവൻ എന്ന് പറയും. അപ്പൊ വ്യാസദേവനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ചില ആളുകളൊക്കെ, ഇന്നത്തെ ചരിത്രകാരന്മാര് അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ആളുകൾ, വ്യാസദേവന്റെ രഹസ്യം അറിയാത്ത ആളുകൾ വേദങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത് വ്യത്യസ്ത വ്യാസദേവന്മാരാണ് എന്നൊക്കെ പറയും. കാരണം ഒരാളെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ വ്യാസദേവൻ ഭഗവാന്റെ അവതാരമാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അത് സാധിക്കും. അത് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. വാസവ്യാം
കലയാ ഹരേ, ഹരിയുടെ അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു അവതാരമാണ്, ഒരു കലയാണ്, ഒരു അംശമാണ് വ്യാസദേവൻ എന്നിവിടെ പറയുന്നുണ്ട്. ആ വ്യാസദേവൻ എന്താണ് ചെയ്തത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 15ാമത്തെ ശ്ലോകത്തിൽ സകഥാചിൽ സരസ്വത്യ ഉപസ്പൃശ്യാജലം ശുചി വിവിക്ത ഏക ആസീന ഉദിതേ രവിമണ്ഡലേ. അദ്ദേഹം ആചമനം ചെയ്തു സരസ്വതി നദിയുടെ തീരത്ത്, ഹിമാലയ പർവ്വതത്തിന്റെ താഴ്വാരത്തില് ബദരികാശ്രമം ഇരിക്കുന്നത്, ശമ്യപ്രാശം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബദരികാശ്രമം, വ്യാസ മഹർഷിയുടെ ആശ്രമം ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ ആശ്രമത്തിന് സമീപത്തൂടെ ഒഴുകുന്ന സരസ്വതി നദിയുടെ തീരത്ത് വ്യാസദേവൻ ഉപവിഷ്ടനായി അവിടെ ഇരുന്നു ആചമനം ചെയ്തു. ഉപസ്പൃശ്യ ജലം ശുചി, ജലം തൊട്ടുകൊണ്ട് ശുചി, ശരീരം ശുദ്ധിയാക്കി. അതിനുശേഷം അദ്ദേഹം ധ്യാനത്തിനായിട്ട് ഇരുന്നു എന്നാണ് പറയുന്നത്. വിവിക്ത ഏക ആസീന ഉദിതേ രവിമണ്ഡലേ, ധ്യാനിക്കുന്നതിന് വേണ്ടി ഇരുന്നു. ആ ധ്യാനിച്ച സമയത്ത് വ്യാസദേവൻ എന്താണ് ദർശിച്ചത്, അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയത് എന്താണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പരാവരജ്ഞ ഋഷി കാലേന വ്യക്തരം ഹസ യുഗധർമാവ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ. വ്യാസദേവൻ ത്രികാലജ്ഞാനിയായിരുന്നു. അദ്ദേഹത്തിന് നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അറിയാം. കാലേന അവ്യക്തരം ഹസ, അദ്ദേഹത്തിന് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് അടുത്ത യുഗത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം കണ്ടു. അടുത്ത യുഗത്തിൽ ധർമ്മത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. യുഗധർമ്മ വ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ. ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന ധർമ്മത്തിനെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി. ഇനി അടുത്ത യുഗത്തിൽ വരാൻ പോകുന്ന ധർമ്മത്തിലുണ്ടാകുന്ന വ്യതിയാനത്തിനെ കുറിച്ചും അദ്ദേഹം ചിന്തിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത യുഗം എന്ന് പറയുന്നത് കലിയുഗമാണ്. അദ്ദേഹം ചിന്തിക്കുന്നത് ദ്വാപരയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ദർശിക്കാൻ സാധിച്ചു കലിയുഗത്തിലുണ്ടാകുന്ന ധർമ്മത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അതെന്തൊക്കെയാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. കലിയുഗത്തിലെ ജനങ്ങളെ കുറിച്ച് പറയുന്നു. കലിയുഗത്തിലെ ജനങ്ങളുടെ പ്രത്യേകത അടുത്ത ശ്ലോകങ്ങളിൽ 17-18 ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തത്കൃതം അശ്രദ്ധദാനാ നിസ്വത്വാൻ ദുർമേധാൻ പ്രസിതായുഷഃ ദുർഭഗാംശ ജനാൻ വീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം യദ്ധ്യോഹിതമോ അമോഘദൃക്. ഇതെല്ലാം കലിയുഗത്തിലുള്ള ജനങ്ങളുടെ, കലിയുഗത്തിൽ വരാൻ പോകുന്ന ആ ജനങ്ങളുടെ പ്രത്യേകതയാണ് ഇവിടെ അദ്ദേഹം ദർശിച്ചത്. കലിയുഗത്തിന്റെ പ്രത്യേകതയും അദ്ദേഹം മനസ്സിലാക്കി. എന്താണ് പറയുന്നത് കലിയുഗത്തിനെ കുറിച്ച്? ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തത്കൃതം. കലിയുഗത്തിലെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മന്ദഗതിയിലായിരിക്കും എന്നാണ് പറയുന്നത്. ശക്തിഹ്രാസം, എല്ലാം ശക്തി കുറഞ്ഞതായിരിക്കും എന്ന് പറയും. എല്ലാ പ്രവർത്തനങ്ങളും ശക്തി കുറഞ്ഞതായിരിക്കും. എങ്ങനെയാണ് ശക്തി കുറഞ്ഞതാകുന്നത്? ഭൂമിയുടെ ഉൽപാദനം കുറയും, ഭക്ഷ്യോൽപാദനം കുറയും, കൃഷിയിൽ നിന്നുള്ള വരവ്, കൃഷിയിൽ നിന്നുണ്ടാകുന്ന ഉൽപാദനം കുറയും. അതോടുകൂടി മനുഷ്യന്റെ ആരോഗ്യം കുറയും, മനുഷ്യന്റെ ശക്തി കുറയും, മനുഷ്യന്റെ ആയുസ് കുറയും, ബുദ്ധി കുറയും, ഓർമ്മശക്തിയും കുറയും. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കുറയും എന്നുള്ള കാര്യം വ്യാസദേവൻ ദർശിച്ചു. അതേപോലെ ആ കലിയുഗത്തിൽ വരാനിരിക്കുന്ന ജനങ്ങളുടെ പ്രത്യേകതയും അവരുടെ സ്വഭാവ സവിശേഷതയും വ്യാസദേവൻ ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അശ്രദ്ധദാന നിസ്വത്വാൻ. കലിയുഗത്തിലുള്ള ആളുകള് അശ്രദ്ധദാനന്മാരായിരിക്കും എന്ന് പറയും. അശ്രദ്ധദാനം, ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമാണ്, ഭഗവാനിലുള്ള വിശ്വാസം. അശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്ത. അശ്രദ്ധദാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്തവരായിരിക്കും കലിയുഗത്തിലുള്ള ആളുകള്.
ഭഗവാനിൽ വിശ്വാസമില്ലാത്ത ആളുകളായിരിക്കും അധികം ആളുകൾ, 90%, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ ശരിയായ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരായിരിക്കും. അവർ വേറെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ വിശ്വസിച്ച് ഇരിക്കുന്ന ആളുകളായിരിക്കും. അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഈശ്വരനിൽ, ഭഗവാനിൽ വിശ്വാസമില്ലാതെ മറ്റു പലരിലും വിശ്വസിച്ചിരിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് കലിയുഗത്തിലുള്ള ആളുകളെ അശ്രദ്ധധാന എന്ന് പറഞ്ഞിരിക്കും. നിസ്വത്താൻ എന്ന് പറഞ്ഞിരിക്കും. അവർക്ക് സാത്വിക ഗുണം കുറവായിരിക്കും. കലിയുഗത്തിൽ സാത്വികമായിട്ടുള്ള ഗുണം വളരെ കുറവായിരിക്കും. രജോ ഗുണവും തമോ ഗുണവുമാണ് കലിയുഗത്തിൽ വർദ്ധിച്ചിരിക്കുന്നത്. ആ സാത്വിക ഗുണം കുറഞ്ഞത് കൊണ്ട് തന്നെ അവർക്ക് ക്ഷമയുണ്ടാവുകയില്ല. സാത്വികന്മാർക്കാണ് ക്ഷമാശീലം ഉണ്ടാകുന്നത്. ക്ഷമയുണ്ടാവുകയില്ല. കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനുള്ള ക്ഷമയുണ്ടാവുകയില്ല. കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനുള്ള ക്ഷമയും അവർക്ക് ഉണ്ടാവുകയില്ല. നിസ്സത്വാൻ എന്ന് പറഞ്ഞു. ദുർമേധാൻ, അവർ ദുർമേധസ്സുകളായിരിക്കും. ദുർമേധസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവരായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവരായിരിക്കും ദുർമേധസ്സുകളായിട്ടുള്ള ആളുകളോട് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും, അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. ദുർമേധസ്. സുമേധസ്സുകളാണ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. സുമേധസ ഭാഗവതത്തിൽ പറയുന്നത്. യജ്ഞേ സങ്കീർത്തനപ്രായേ യജന്തി സുമേധസ. ഭഗവാനെ ഭജിക്കുന്നവർ സുമേധസ്സുകളാണ്. ഇവിടെ കലിയുഗത്തിൽ അധികം എങ്ങനെയായിരിക്കും? ദുർമേധസ്സുകളായിരിക്കും. ദുർമേധ. പ്രസിദ്ധായുഷ. മറ്റൊരു ലക്ഷണം എന്താണ്? അവരുടെ ആയുസ് കുറവായിരിക്കും. മറ്റുള്ള യുഗങ്ങളെ അപേക്ഷിച്ച് അവരുടെ ആയുസ്സും ആരോഗ്യവും ഒക്കെ കുറവായിരിക്കും. പ്രസിദ്ധായുഷ. ദുർഭാഗന്മാരായിരിക്കും. ദുർഭാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യമില്ലാത്തവരായിരിക്കും, ഭാഗ്യം കുറഞ്ഞവരായിരിക്കും. എന്താണ് ഭാഗ്യം കുറവാണെന്ന് പറയാൻ കാരണം? യഥാർത്ഥത്തിലുള്ള ആത്മീയമായിട്ടുള്ള മാർഗം, ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗം, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് അറിയാനുള്ള മാർഗം കലിയുഗത്തിൽ വളരെ കുറവായിരിക്കും. ആത്മീയമായിട്ട് പുരോഗതി നേടാനുള്ള മാർഗങ്ങൾ വളരെ കുറവായിരിക്കും. ആളുകളൊക്കെ ആത്മീയതയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് ജനങ്ങൾക്ക് ഭാഗ്യം കുറവായിരിക്കും. ദുർഭാഗാൻ. ഇതെല്ലാം വ്യാസദേവൻ ദർശിച്ചു. ഇനി വരാൻ പോകുന്ന യുഗത്തിലുള്ള ജനങ്ങളെ കുറിച്ച്, അവരുടെ ദൗർഭാഗ്യത്തിനെ കുറിച്ച്, അവരുടെ ശക്തിയുടെ കുറവിനെ കുറിച്ച് ഒക്കെ വ്യാസദേവൻ ദർശിച്ചു. അങ്ങനെ ദർശിച്ച സമയത്ത് അവരോട് വ്യാസദേവന് അനുകമ്പയുണ്ടായതുകൊണ്ട് അദ്ദേഹം കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്കും ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ഒരു മാർഗം ഉണ്ടാകണം, അവർക്കും ഭാഗ്യമുണ്ടാകണം എന്ന് വ്യാസദേവൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്ന് വ്യാസദേവൻ ആലോചിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടി ഒന്നായിട്ടിരിക്കുന്ന വേദത്തിനെ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. അങ്ങനെ അവർക്ക് എളുപ്പത്തിൽ ഓരോ വിഭാഗവും പഠിക്കാൻ സാധിക്കും എന്ന് വ്യാസദേവൻ ചിന്തിച്ചു. അതിനുവേണ്ടി അദ്ദേഹം വേദങ്ങളെ 4 ഭാഗമായിട്ട് വിഭജിച്ചു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ചാതുർഹോത്രം കർമ്മശുദ്ധം പ്രജാനാം വീക്ഷ്യ വൈദികം വ്യദധ്യാദ്യജ്ഞ സന്തതി വേദമേകം ചതുർവിധം. ഈ വേദം യഥാർത്ഥത്തിൽ ഒന്ന് മാത്രമാണുള്ളത്. പണ്ട് കാലത്ത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് പറഞ്ഞിട്ട് 4 ഭാഗമായിട്ടൊന്നും വേദങ്ങൾ ഉണ്ടായിരുന്നില്ല. വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ഗ്രന്ഥരൂപത്തിലില്ല, ശ്രുതി രൂപത്തിൽ അങ്ങനെ വേദം പ്രചരിക്കുകയാണ് ചെയ്യുന്നത്. ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുത്തു, അങ്ങനെ ശിഷ്യൻ അടുത്ത ശിഷ്യന് പറഞ്ഞു കൊടുത്തു, അങ്ങനെ ശ്രുതിയായിട്ട് കേൾവിയിലൂടെ വേദം പ്രചരിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം അവരെല്ലാവരും സുമേധസ്സുകളായിരുന്നു, വിദ്യാധരന്മാരായിരുന്നു, വിദ്യയെ ധരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു.
അവർക്ക് അത്രയും ഓർമ്മശക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ ആദ്യമായിട്ട് ബ്രഹ്മാവിന് വേദം ഉപദേശിച്ചതും ഒരൊറ്റ വേദമായിട്ടാണ്. തേനെ ബ്രഹ്മഹൃദ ആദികവയെ മുഖ്യന്തീയ സൂരയ എന്ന ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത്. ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ഭഗവാൻ വേദം ഉപദേശിച്ചു. ആ ബ്രഹ്മാവാണ് നാരദ മഹർഷിക്കും, നാരദ മഹർഷിയാണ് വ്യാസദേവനും വേദം ഉപദേശിച്ചത്. അപ്പോഴൊക്കെ ഒരൊറ്റ വേദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് വേദവ്യാസൻ 4 വേദങ്ങളായിട്ട് വിഭജിച്ചത് എന്ന് പറയും. ആ വേദങ്ങളുടെ വിഭജനം ഏതൊക്കെയാണ് എന്നാണ് 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യജൂസാമധർവാഖ്യാം വേദാശ്ചത്വാര ഉദ്ധൃതാഃ ഇതഃ ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ. പ്രധാനമായിട്ട് 4 വിഭാഗമാണ് വേദം എന്ന് പറയുന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇങ്ങനെയാണ് 4 വേദങ്ങളെ വ്യാസദേവൻ തരംതിരിച്ചത്. വേദങ്ങളെ 4ആയിട്ട് തരംതിരിച്ചത്. ഇനി അതിനു പുറമെ വേദങ്ങളിലുള്ള ചരിത്ര ആഖ്യാനങ്ങൾ, അതിനെ മറ്റൊരു ഭാഗമായിട്ട് വ്യാസദേവൻ തരംതിരിച്ചു. ഇതിഹാസങ്ങളായിട്ടും പുരാണങ്ങളായിട്ടും തരംതിരിച്ചു. ആ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും പഞ്ചമവേദം എന്ന് പറയുന്നു എന്ന് പറയും. 5ാമത്തെ വേദം. 5ാമത്തെ വേദമായിട്ട് അറിയപ്പെടുന്നത് ഇതിഹാസവും പുരാണങ്ങളുമാണ്. ഇതിഹാസം രാമായണവും മഹാഭാരതവും ഇതിഹാസങ്ങളാണ്. പുരാണങ്ങൾ മറ്റു 18 പുരാണങ്ങൾ. ഈ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ചേർത്താണ് പഞ്ചമവേദം എന്ന് ഇവിടെ പറയുന്നത്. ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്ചത. ഇതെല്ലാം വേദത്തിന്റെ ഭാഗം തന്നെയാണ്. നമുക്ക് ഒന്നും ഒഴിവാക്കാനില്ല. എല്ലാം വേദത്തിന്റെ ഭാഗം തന്നെയാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ വേദം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് വേദവ്യാസൻ ഇതിനെ വ്യത്യസ്ത രീതിയിൽ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ 5 ഭാഗമായിട്ട് പ്രധാനമായിട്ടും വ്യാസദേവൻ വേദങ്ങളെ തരംതിരിച്ചു എന്ന് പറയുന്നു. ഇനി തരംതിരിക്കുക മാത്രമല്ല, ഓരോ വിഭാഗത്തിനും ഓരോ ആചാര്യന്മാരെ വ്യാസദേവൻ കണ്ടെത്തി, തന്റെ ശിഷ്യന്മാരെ കണ്ടെത്തി അവർക്ക് ആ വേദങ്ങളുടെ ചുമതല, അതിനെ പ്രചരിപ്പിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഋഗ്വേദം ഒരു ശിഷ്യന്, യജുർവേദം മറ്റൊരു ശിഷ്യന്, അങ്ങനെ ഓരോ ശിഷ്യന്മാർക്കും ഓരോ വേദത്തിന്റെ ചുമതല കൊടുത്തു. അവർക്ക് പ്രചരിപ്പിക്കാനുള്ള അധികാരം നൽകി. ആർക്കൊക്കെയാണ് ഓരോ വേദങ്ങളും നൽകിയിട്ടുള്ളത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. 21, 22 ശ്ലോകങ്ങളിൽ ആ കാര്യമാണ് പറയുന്നത്. തത്ര ഋഗ്വേദാധര പൈല സാമഗോ ജൈമിനി കവി വൈശംഭായന ഏവൈകോ നിഷ്ണാദോ യജുഷാമുഖ. ഋഗ്വേദം പൈല മഹർഷിക്കാണ് നൽകിയത് എന്നാണ് പറയുന്നത്. വ്യാസദേവന്റെ ശിഷ്യനായിട്ടുള്ള പൈല മഹർഷിക്കാണ് ഋഗ്വേദം നൽകിയിട്ടുള്ളത്. സാമഗോ ജൈമിനി കവി, സാമവേദം നൽകിയിട്ടുള്ളത് ജൈമിനിക്കാണെന്ന് പറയും. വൈശംഭായന ഏവൈകോ നിഷ്ണാദോ യജുഷാമുഖ. യജുർവേദം നൽകിയിട്ടുള്ളത് വൈശംഭായന ഋഷിക്കാണ് എന്ന് പറയും. അഥർവവേദം ആർക്കാണ് നൽകിയത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അഥർവ അങ്കിരസാമാസി സുമന്ദുർധാരുണോ മുനി. അഥർവവേദം നൽകിയിട്ടുള്ളത് അങ്കിരസിനാണ്. ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള അങ്കിരസിനാണ് അഥർവവേദം നൽകിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ആ അങ്കിരസിന്റെ മറ്റൊരു പേര് ഇവിടെ പറയുന്നുണ്ട്, സുമന്തുമുനി എന്ന് പറയും. അങ്കിരസാം ആസിത് സുമന്ദുർ ധാരുണോ മുനി. സുമന്തുമുനി എന്നും അങ്കിരസിന് മറ്റൊരു പേര് ഉണ്ട് എന്നുള്ള കാര്യം കൂടി അവിടെ പരാമർശിക്കുന്നു. അപ്പോൾ 4 വേദങ്ങളും വിഭജിച്ച് നൽകിക്കഴിഞ്ഞു. ഋഗ്വേദം പൈല മഹർഷിക്കും, സാമവേദം ജൈമിനി മഹർഷിക്കും, വൈശംഭായന മഹർഷിക്ക് യജുർവേദവും, അഥർവവേദം അങ്കിരസനും നൽകി. ഇനി ബാക്കിയുള്ള പഞ്ചമവേദം ഇതിഹാസങ്ങളും പുരാണങ്ങളും നൽകിയിട്ടുള്ളത് സൂത മഹർഷിയുടെ പിതാവായിട്ടുള്ള രോമഹർഷണ മഹർഷിക്കാണ് എന്ന് പറയുന്നു. ഇതിഹാസ പുരാണാനാം പിതാമേ രോമഹർഷണ.
ഇതിഹാസങ്ങളും പുരാണങ്ങളുടെയും ചുമതല കിട്ടിയിട്ടുള്ളത് തന്റെ പിതാവായിട്ടുള്ള രോമഹർഷണ മഹർഷിക്കാണ് എന്ന് സൂതഗോസ്വാമിയുടെ പറയുകയാണ്. സൂതഗോസ്വാമിയുടെ പിതാവിന്റെ പേരാണ് രോമഹർഷണ മഹർഷി. അതുകൊണ്ടാണ് സൂതഗോസ്വാമിയെ രൗമഹർഷിണി എന്ന് പറയുന്നത്. രൗമഹർഷിണി എന്ന് പറയുന്നത് സൂതഗോസ്വാമിയാണ്. സൂതഗോസ്വാമിയുടെ പിതാവ് രോമഹർഷണൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ രോമഹർഷണ സൂതൻ എന്നും പറയാറുണ്ട്. രൗമഹർഷിണി എന്ന് പറയുന്നത് സൂതഗോസ്വാമിയാണ്. രോമഹർഷണ മഹർഷിക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിഹാസങ്ങളും പുരാണങ്ങളുമാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ മഹർഷിമാരെല്ലാവരും അവർക്ക് ചുമതല ഏൽപ്പിക്കപ്പെട്ട വേദങ്ങൾ അവരുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർക്കും എല്ലാം പകർന്നു നൽകി. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വേദപഠനങ്ങളുടെ ശാഖകൾ ഉണ്ടായി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഏതാ ഋഷയോ വേദം സ്വം വ്യസന്യനേ കഥാ ശിഷ്യൈ പ്രശിഷ്യൈ വേദാസ്തേ ശാഖിനോ ഭവൻ. തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വേദശാഖകൾ അവരുടെ ശിഷ്യന്മാർക്ക് നൽകി, അവർ അവരുടെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകി. അങ്ങനെ വേദപഠനത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ശാഖകൾ ഉണ്ടായി എന്ന് പറയും. അല്ലെ, നമ്മൾ വേദം പഠിക്കാൻ പോകുമ്പോൾ അവർ പറയും ഇന്ന ഗോത്രത്തിലൂടെ അവർക്ക് ലഭിച്ചതാണ്, കശ്യപ ഗോത്രമാണ്, അല്ലെങ്കിൽ ഓരോ ഗോത്രത്തിന്റെ പേര് പറയും. അത് വ്യത്യസ്തമായിട്ടുള്ള ശാഖകൾ വന്നിട്ടുള്ളതാണ്. ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമായിട്ട് അങ്ങനെ ശാഖകളായിട്ട് വന്നിട്ടുള്ളതാണ് എന്ന് പറയും. ഇത്രയും നമ്മൾക്ക് ഇന്നത്തെ ദിവസം നോക്കിയിട്ട് നിർത്താം. അപ്പോൾ ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. പ്രഭുജി, മാതാജി പറഞ്ഞു. പഞ്ചമവേദമെന്ന് മഹാഭാഗവതത്തിന് പറയാറില്ലേ?